ഹോൾ വീഡിയോ ആണ് കേട്ടോ. കുറേ നാളായിട്ട് ഞാൻ എൻ്റെ ഡ്രസ്സിങ്ങും സ്റ്റൈലിങ്ങിനും വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കുന്നില്ലായിരുന്നു. അതുകൊണ്ട് കുറച്ചൊക്കെ സ്റ്റൈലൊന്നും മാറ്റാമെന്ന് കരുതി കുറേ അധികം സാധനങ്ങൾ ഞാൻ ഷീലിയിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. കുറച്ച് ഡ്രസ്സ്, ആക്സസറീസ് അങ്ങനെയുള്ളത്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ 1 by 1 ആയിട്ട് കാണിച്ചില്ല. അപ്പോൾ വീഡിയോയിലോട്ട് പോയാലോ? വാ. അപ്പോൾ ഞാൻ ഇത്രയധികം സാധനങ്ങളാണ് ഷീലിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത്. കുറേ അധികം നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഞാൻ ഇത്രയൊക്കെ ഓൺലൈൻ പർച്ചേസ് നടത്തുന്നത്. ഓർക്കുമ്പോൾ ഒരു ചെറിയൊരു സന്തോഷമുണ്ട്, ചെറിയ വിഷമമുണ്ട്. അപ്പോൾ ഇതെന്തൊക്കെയാണ് ഇതിനുള്ളത് നമുക്ക് തുറന്നു നോക്കാം. നമുക്ക് തന്നെ എക്സൈറ്റ്മെൻറ്റിൽ നോക്കുക, ഓപ്പൺ ചെയ്ത് നോക്കുക. ഉള്ളിൽ എന്തൊക്കെയാണുള്ളത് നമുക്ക് ഒരുമിച്ച് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ടൈം എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് ഈ ഒരു കവറാണ്. ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് ഞാൻ ഓർഡർ ചെയ്തൊരു ടോപ്പാണ്. ലൈക്ക് ഒരു ക്രോപ്പ് ടോപ്പ്, ഓഫ് ഷോൾഡർ കൈൻഡ്. ഇപ്പം ഈ ഒരു പ്രിൻ്റ് ഭയങ്കര ട്രെൻഡായിട്ട് ഇരിക്കാല്ലേ. അപ്പം ഈ ഒരു ടോപ്പാണ് ഞാൻ ഓർഡർ ചെയ്തത്. കൊള്ളാമല്ലേ? അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് പ്രോഡക്റ്റ്. നെക്സ്റ്റ് എന്താണെന്ന് നോക്കിയാലോ? നെക്സ്റ്റ് ഒരു ഡ്രസ്സാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതെ, ഇതൊരു ബോഡിക്കോൺ ടൈപ്പ് ഡ്രസ്സാണ്. ഇതിൻ്റെ തലയുടെ ഒരു ബോഡിക്കോൺ ഇതണക്കാണ്. ഇതിൻ്റെ ഷോൾഡർ വരുന്നത് ഒരു 1 സൈഡ് ഷോൾഡർ എന്ന് വേണമെങ്കിൽ പറയാം. ദെൻ ഫുൾ സ്ലീവ് ആയിട്ടാണ് വരുന്നത്. ഇവിടെ ഇങ്ങനെ ഫുൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ദെൻ ബോഡിയായിട്ട് ഇങ്ങനെ ഒട്ടി കിടക്കും. അങ്ങനത്തെ ഒരു ബോഡിക്കോൺ ഡ്രസ്സാണിത്. ഒരു കോഫി ബ്രൗൺ കളറാണ് ഇതിൻ്റെ കളർ വരുന്നത്. നെക്സ്റ്റ് പ്രോഡക്റ്റ് ഈ ഒരു പൗച്ചാണ്. എനിക്കൊരു പിങ്ക് കളർ പൗച്ച് വേണമെന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ പിങ്ക് കളർ പൗച്ച് ഓർഡർ ചെയ്തിട്ടുണ്ട്. പ്ലെയിൻ ആണ് കേട്ടോ, വലിയ കാര്യമായ ഡിസൈൻസും കാര്യങ്ങളൊന്നുമില്ല. ഇങ്ങനെയാണ് വരുന്നത്. ഗാലിഷ് പിങ്ക് ഒരു ഡ്രസ്സാണ്. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. സെയിം ആ കോഫി ബ്രൗൺ കളറിൽ വരുന്ന ഒരു ഫുൾ സ്ലീവ് ടോപ്പാണിത്. ഇതും ഒരു കൈൻഡ് ഓഫ് ഇങ്ങനൊരു ടോപ്പ് ഷോൾഡർ കൈൻഡാണ്. ഇതിൻ്റെയും നെക്ക് വരുന്നത് ഇപ്പം ഇതെനിക്ക് കുറച്ച് വലുതാണെന്ന് തോന്നുന്നു. ഓക്കെ, ഇതും ഫുൾ സ്ലീവാണ് വരുന്നത്. ദെൻ ഞാൻ ഇവിടെ ഇതുവരെ ഒരു പെൻ പർച്ചേസ് ചെയ്തിട്ടില്ലായിരുന്നു. ഞാനത് ഓപ്പറേഷനിൽ ഒരു പെൻ വാങ്ങി. ഇതിൻ്റെ സൈസ് കറക്റ്റാണോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. ഒരു ലൈറ്റ് ബ്ലൂ കളർ ആണ് ഞാൻ വാങ്ങിയ പെൻ. അറിയില്ല, എന്തായാലും ഇട്ട് നോക്കണം. ഇട്ട് നോക്കിയാൽ മാത്രമേ ഒരു കറക്റ്റ് സൈസ് ആണെന്ന് പറയുള്ളൂ. ഒരു വൈഡ് ലെഗ് പാറ്റേൺ വരുന്ന ഒരു ഡെനിം ജീൻസാണ് ഞാൻ നെക്സ്റ്റ് വാങ്ങിയത്. നല്ല കളറാണ്. ഈ ഒരു കളർ ഞാൻ നാട്ടിൽ വെച്ച് നടന്നിട്ട് വന്നു. അതുകൊണ്ട് ഈ ഒരു കളറിൽ എനിക്ക് ജീൻസ് ഇട്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിത് വാങ്ങിയത്. ഇത് ആ കോഫി ബ്രൗൺ ടോപ്പിൽ വെച്ചിട്ടാണ് നല്ല പറഞ്ഞത്. ആ ബ്ലാക്ക് ആൻഡ് സ്റ്റൈൽ നല്ലതാണ് വെച്ചത്. അതായത് നമുക്ക് സ്റ്റൈൽ ചെയ്യുമ്പോൾ നോക്കാം. ഇതിനകത്ത് ഇപ്പോഴത്തെ മെയിനായിട്ട് അത് നമ്മൾ സ്റ്റാക്കിങ് ബാങ്കിലാണ്. അതിൻ്റെ ഒരു സെറ്റാണ് വാങ്ങിയത്. ഇത് ബാങ്കിലല്ല കേട്ടോ. ഇത് ഒരു ബ്രേസ്ലെറ്റ് ടൈപ്പ് ഈ ഒരു എലാസ്റ്റിക് ഞാൻ മനസ്സിലാൻ പറ്റും. ദെൻ ഇത് പ്രോപ്പർ നെറ്റിൻ്റെ ഒരു ബാഗിലാണ്. കൊള്ളാം, ഇത് നല്ല ഭംഗിയുണ്ട്. നെക്സ്റ്റ് എന്തോ ഒരു ആക്സസറീസ് ആണ്. എന്താണെന്നുള്ളത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് മറ്റേ ബാലി കൈൻഡ് ഓഫ് ഇയറിങ്സ് ഇല്ലേ, അതാണ്. അപ്പം ഈ 3 ഒരു സെറ്റായിരുന്നത്. ഇത് കുറേ നാളായിട്ട് ഞാൻ വാങ്ങിക്കണമെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഞാൻ ഓഫ്ലൈൻ ഷോപ്പിലൊന്നും പോയപ്പോൾ കണ്ടില്ല. അതുകൊണ്ട് ഓൺലൈനായിട്ട് ഞാൻ വാങ്ങി. നെക്സ്റ്റ് വീണ്ടും ഒരു ഡ്രസ്സാണ്. ഇതൊരു ടോപ്പാണ് കേട്ടോ. ഇതൊരു ക്രീം കളർ കുറച്ച് വൈറ്റ് നെക്ക് വരുന്ന ഇതുപോലെ ഇങ്ങനെ ഉള്ളൊരു ഫുൾ സ്ലീവ് ടോപ്പാണ്. ഇതിൻ്റെ ഈ കളർ കണ്ടിട്ടാണ് ഞാൻ എടുത്തത്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് കളറാണ് കോഫി ബ്രൗണിൽ ക്രീം കളറെന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ നമുക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും സ്റ്റൈൽ ചെയ്യാൻ പറ്റും. സോ ആ ഒരു കളർ ടോപ്പാണ് ഞാൻ നെക്സ്റ്റ് എടുത്തത്. ഇത് നമ്മുടെ ടെന്നീസ് ബ്രേസ്ലെറ്റ് ഉണ്ടല്ലോ, അതാണ്.
പൊട്ടിക്കാണ്ട് നമുക്ക് മനസ്സിലാവും ടെന്നീസ് ബ്രേസ്ലെറ്റ് എന്നുള്ളത്. പക്ഷേ ഇതെനിക്ക് കുറച്ച് വലുതാണെന്ന് തോന്നുന്നു ഇടുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പം ഇതാണ് നെക്സ്റ്റ് ഐറ്റം. ദെൻ ഈ ഒരു ഐറ്റം ഫേഷ്യൽ ട്രിമ്മറാണ്. ഞാനിത് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. ഇത് വർക്കാവില്ല എന്നറിയാം. കണ്ടിട്ട് ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. വലിയ റേറ്റൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് എനിക്കൊരു ഡൗട്ട് ഉണ്ട് ഇത് വർക്കാവുമെന്ന്. ഈ ലൈറ്റൊക്കെ തട്ടുന്നുണ്ട് കേട്ടോ. ഇപ്പം ചൂടാക്കിയപ്പോൾ അതുകൊണ്ട് പിന്നെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഇത് എനിക്ക് ഇത്രയും വാങ്ങിയപ്പോൾ ചേട്ടൻ ഒരെണ്ണം വാങ്ങാതിരിക്കുന്നത് മോശമല്ലേ. അതുകൊണ്ട് ഞാൻ ചേട്ടന് വാങ്ങിയൊരു ഷർട്ടാണ്. ഇത് കൊടുക്കുന്നില്ല, ഇങ്ങനെ തന്നെ നമുക്ക് വേണം കൊടുക്കാം. ഒരു വെള്ളരിക്കകത്ത് ഇങ്ങനെ സ്പൈക്സ് വരുന്നൊരു മോഡലാണ്. അപ്പം ഇത് നമുക്ക് ചേട്ടനെ കൊടുക്കാം. ഈ ഒരു ഷൂ ആണ് കേട്ടോ. എൻ്റെ ഒരു ബ്ലാക്ക് ഹീൽസ് ഉണ്ടായിരുന്നത് ചീത്തയായി കഴിഞ്ഞെങ്കിൽ ഇപ്പോൾ ബ്ലോക്ക് ഹീൽസ് കുറവാണ്. കുറവെന്ന് വെച്ചാൽ ബ്ലോക്ക് ഹീൽസ് ഇല്ല എൻ്റെ കയ്യിൽ. എല്ലാം പോയിൻ്റ് ഹീൽസാണ് വരുന്നത്. അതുകൊണ്ട് ഞാനൊരു ബ്ലോക്ക് ഹീൽ വാങ്ങി. ഒരു ബേജ് കളറിലാണ് വരുന്നത്. സോ ഇതാണ് ഹീൽസ്. ഇത് ഹീലുകളാണ് കേട്ടോ. ഇനി കംഫർട്ടബിൾ ആണോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഇതിട്ട് നമ്മൾ നടന്ന് നോക്കുമ്പോഴേ ഇത് മനസ്സിലാവുള്ളൂ. സോ നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഈ ഒരു പെയർ ഓഫ് ഹീൽസാണ്. ദെൻ ഈ ഒരു ഐറ്റം ഞാൻ കുറേ അധികം ഇപ്പോൾ കുറേ ഫോട്ടോഷൂട്ട്സിലൊക്കെ കണ്ടിട്ടുണ്ട്. കുറേ ആൾക്കാർ ഇങ്ങനെ സ്റ്റോണൊക്കെ വെച്ചിട്ട് ഇങ്ങനെ സ്റ്റൈൽ ചെയ്യുന്നത്. അപ്പം എനിക്കൊന്ന് ട്രൈ ചെയ്യണമെന്ന് തോന്നിയിട്ട് ഞാൻ വാങ്ങിയതാണ് ഈ ഒരു എണ്ണ. ഇത് ട്രൈ ചെയ്യൂല എന്നൊക്കെ കണ്ടറിയാം. എന്തായാലും എനിക്ക് വേണമെന്ന് തോന്നി ഞാൻ വാങ്ങിച്ചു. ഇതിനത്രയായിരുന്നു 2 dirhams 1 dirham അത്രയും തോന്നി. ഒറ്റയ്ക്ക് ചീപ്പാണ്. പിന്നെ എന്താ ഇത്രയും പല സൈസിലുള്ളതുണ്ട്. വലിയ സൈസ്, മീഡിയം സൈസ്, കുഞ്ഞു സൈസ്, അങ്ങനെ ഒരു 4 സൈസിലുള്ള സ്റ്റോൺസ് ഇതിനകത്ത്. ഈ വീണ്ടും ഒരു ഡ്രസ്സാണ്. ഇതെന്താണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും തുറന്ന് നോക്കാം. ഇതൊരു ബ്ലാക്ക് കളർ ടീഷർട്ട് ഡ്രസ് പോലെ വരുന്ന ഒരു ഡ്രസ്. അത്യാവശ്യം ലെങ്തിൻ്റെ ലൈനും കാര്യങ്ങളൊക്കെ വരും. നോർമൽ ടീഷർട്ട് കവറാണ് വരുന്നത്. ഹാഫ് സ്ലീവ്. ഇതും വലിയ റേറ്റൊന്നും ഇല്ലായിരുന്നു കേട്ടോ. മെറ്റീരിയൽ അതിലും കട്ടിയൊന്നുമില്ല, ഭയങ്കര സോഫ്റ്റാണ്. ഇതുപോലൊരു ബ്ലാക്ക് ഡ്രസ്സ് എൻ്റെ ഉണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ എവിടെ പോയാലും അത് ഇട്ടുണ്ടായിരുന്നു പോകാറ്. പക്ഷെ അത് എനിക്ക് അതുകൊണ്ട് ഞാൻ വാങ്ങിയതാണ് അതിന് പകരം. ഇനി എത്രത്തോളം നോക്കാനുള്ളത് നമുക്ക് ഇട്ട് നോക്കാൻ പറയാം. ഇത് സെറ്റ് ഓഫ് റിങ്സ് ആണ് വരുന്നത്. ഇതുപോലുള്ളൊരു റിങ്സൊക്കെ ഇപ്പോൾ പണ്ട് ട്രെൻഡ് കഴിഞ്ഞു എപ്പോഴും പോകുന്നുണ്ട്. ഇപ്പം ഞാൻ വാങ്ങിച്ചപ്പോൾ കുറച്ച് ലേറ്റായി. ഇതുപോലെ 5 സെറ്റ് ഓഫ് റിങ്സ് ആണ് ഇതിനകത്ത് വരുന്നത്. കൊള്ളാം കേട്ടോ. നമുക്ക് സ്റ്റൈൽ ചെയ്യാനൊക്കെ നല്ലതായിരിക്കും. ഇപ്പോൾ ഇതും ഒരു ജ്വല്ലറിയാണ്. ഇത് നമ്മുടെ ബ്രേസ്ലെറ്റ് റിങ് ആയിട്ട് രണ്ടും വരുന്നത്. ഇങ്ങനെ ഇടാൻ പറ്റും. കണ്ട കളറിൻ്റെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതായത് ഇതിൻ്റെ കൂടെ തന്നെ ഇതേ മോഡലിലൊരു റിങ്ങും വരുന്നുണ്ട്. ഈ റിങ്ങൊക്കെ എനിക്ക് കുറച്ച് വലുതാണ് കേട്ടോ. ഇതിൻ്റെ കയ്യിൽ കുറേ ഉണ്ടായിരുന്നു. പക്ഷെ ആരൊക്കെ അടിച്ചുകൊണ്ട് പോയി. എന്നിട്ടിപ്പം എനിക്ക് ഈ സംഭവം ഭയങ്കര ക്രേസാണ് കേട്ടോ. ഞാൻ പുതിയ പുതിയ മോഡൽസ് വാങ്ങിക്കും. പക്ഷേ ഈ ഇടയായിട്ട് എനിക്ക് ഇങ്ങനത്തുള്ള ക്രേസ് പോയി. അപ്പം ഞാൻ വാങ്ങിയ പുതിയ ഐറ്റമാണ് ഇത്. പക്ഷേ കുഴപ്പമില്ല, സ്റ്റൈലിൽ വരുമ്പോൾ കൊള്ളാമെന്ന് വിചാരിക്കുന്നു. പക്ഷെ എനിക്കൊന്നും ഇത് ചെയ്യുന്നില്ല കേട്ടോ. ഇത് ചേരുന്നില്ലെന്നാ തോന്നുന്ന. എന്തായാലും വാങ്ങിയതല്ലേ, ഇരിക്കട്ടെ. വലിയ റേറ്റ് ഒന്നുമില്ല. 4-5 dirhams തോന്നുന്നു. കുറച്ചധികം ക്യാഷ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ എനിക്ക് പ്രശ്നം വന്നേനെ. പക്ഷെ അത്ര ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഞാൻ മെയിനായിട്ട് വാങ്ങിക്കണമെന്ന് വിചാരിച്ചൊരു സംഭവമാണ് അതായത് നമ്മുടെ ഫോൺ ചാർജർ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചാർജർ എന്നുള്ള കവറ്, അതായത് ആ ഒരു അഡാപ്റ്റർ എന്നുള്ളതും പിന്നെ ഡേറ്റ കേബിൾ സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതും ഞാൻ ഈ ഒരു പാറ്റേണിലാണ് വാങ്ങിയത്.
വാങ്ങി കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഡേറ്റ കേബിളിൻ്റെ കളറെല്ലാം മാറ്റമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്തായാലും ഒരെണ്ണം വാങ്ങണം. അങ്ങനെ വാങ്ങിയതാണ് ഈ ഒരു ഐറ്റം. ഇതെന്തായാലും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഐറ്റം എല്ലാം. ഞാൻ ഷീഗ്ലാമിൻ്റെ 2 പ്രോഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ സെറ്റും ഈ 3 കളേഴ്സാണ് കേട്ടോ. പിന്നെ അവരുടെ ഒരു എന്താ ഇതിൻ്റെ പേര്, ഫിക്സേഷൻ ബേക്ക് ഗ്ലോ സെറ്റിംഗ് പൗഡർ. ഇതൊക്കെ എൻ്റെ സ്കിന്നിന് അത്ര സ്യൂട്ടാകുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ട്രൈ ചെയ്യാമെന്ന് കരുതി വാങ്ങിയതാണ് ഇത് രണ്ടും. എൻ്റെ ഈ ഒരു ഷീറ്റ് എന്ന് പറയുന്നത് കുറേ അധികം സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഇട്ട് സ്റ്റൈൽ ചെയ്ത് നമുക്ക് നോക്കണം. സോ എങ്ങനെ